ജീവിത വ്യഗ്രതയോടെ ഓടി നടക്കുന്ന ഹേ മനുഷ്യ, നിന്റെ ജഡികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നീ എന്തെല്ലാമാണ് ചെയ്യുന്നത്? നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് നീ നിപതിക്കുന്നില്ലേ? നിന്റെ താളം തെറ്റിയ ജീവിതത്തിൽ നിന്നും ജഡികമായ സുഖഭോഗങ്ങളിൽ നിന്നും പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് വളരുന്ന നിന്നിലേക്ക് തന്നെ നീ ഒരു നിമിഷം തിരിഞ്ഞു നോക്കൂ. ഈ ലോകത്തിൽ നീ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും നിങ്ങളെയും തേടി വരും. പ്രിയ കലാസ്നേഹികളെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികമാണ്. ഇതിന് മരിച്ചുപോയവരുമായി യാതൊരു ബന്ധമില്ലെങ്കിലും ജീവിച്ചിരിക്കുന്നവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തികച്ചും യാദൃച്ഛികം മാത്രം. റോമൻ പടയാളികൾ അവൻ്റെ വസ്ത്രം പകുത്തെടുത്തെങ്കിൽ അവൻ പങ്കിട്ടു തന്നത് സ്വന്തം രക്തവും ശരീരവുമായിരുന്നു. നമ്മുടെ മേൽ സ്നേഹത്തിൻ്റെ കൊടി ചൂടിച്ച ദൈവിക സന്ദേശത്തിൻ്റെ പങ്കുവെപ്പുകാരാകുവാൻ ആഹ്വാനം ചെയ്യുന്ന ഈ എളിയ കലാസൃഷ്ടിയെ ഇവിടെ സവിനയം സമർപ്പിക്കുന്നു. ബെൽഫാസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കരുണക്കടൽ. അടുത്ത ഒരു ബെല്ലോടുകൂടി ഞങ്ങൾ ആരംഭിക്കട്ടെ. ഈ സോളമനും ശോഷണ്ണയും കണ്ടുമുട്ടി പണ്ടേ മാമോദിസ പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ കണ്ണ് കൊണ്ടും ഉള്ളു കൊണ്ടും മിണ്ടാതെ മിണ്ടി പണ്ടേ കണ്ണുകൊണ്ടേ ഉള്ളു കൊണ്ടേ മിണ്ടാതെ മിണ്ടി പണ്ടേ. സോളമനും ശോശന്നയും പ്രണയബദ്ധരായി. നിലാവും മഞ്ഞും പെയ്യുന്ന രാത്രികളിൽ പോലും നിദ്ര മറന്ന് അവൻ ശോശന്നയെ ഓർത്ത് പുല്ലാങ്കുഴൽ വായിച്ചു. ഇത് പതിവായതോടെ ഇവരുടെ പ്രണയം തീവ്രമാണെന്ന് നാട്ടുകാർ മനസ്സിലാക്കി. നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ഇത് ഇടവകയിൽ അറിയിച്ചു. അങ്ങനെ അവരുടെ പ്രണയം പരസ്യമായി. പിന്നെ ശോശന്നയ്ക്ക് വേറെ മാർഗമില്ലായിരുന്നു. കല്യാണം കഴിക്കണമെന്ന ആഗ്രഹവുമായി അവർ ചെന്നുപെട്ടതോ అందం విట్టు నొక్కి గ్రామమావే എങ്ങൊന്നിന്ന വന്ന ദേവദൂതം തലോടലാലി നീറ്റിലോളമാല കെട്ടും കാറ്റിനാൽ അലർച്ച മാറ്റിനാടിനെന്തു പൊന്നുമെന്നു വന്നതോ വിളിപ്പുറത്ത് തിച്ചു നിൽക്കും ഉജ്വല പ്രഭാവമേ വരൂ വരൂ തുടിക്കും ആത്മവീര്യമേ. തൊലിയ ചണ്ടയാടി നടപ്പ് ഇടത്തും വളത്തും താളം തുടിച്ച് ചിരിച്ചു മധ്യരെ മയക്കും പോക്ക് കണ്ടില്ലേ? കാണാൻ എന്തു രസം, കണ്ടാൽ കണ്ണിറയും ധർമ്മം കൊണ്ടു കൈവന്നതായി. വാക്കിൽ തേൻ കനിവും നോക്കിൽ സാന്ത്വനവും ക്രമത്തിന്റെ ഭാഗ്യമണി. അങ്ങനെ നാട്ടുകാരുടെ പരാതി പരിഹരിക്കാൻ വട്ടോളിയച്ഛൻ സോളമന്റെയും ശോശന്നയുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചു. സ്വർഗസ്ഥനായ പിതാവാം ദൈവമേ, ഈ മംഗളസുദിനത്തിൽ നിൻ കൃപാ ചൊരിയണമേ.
യേശുവെ നോക്കിയൊരുങ്ങിയിരിപ്പാണോ ചേലൊത്ത മേനിയിലാകെ പരിമള തൈലം പൂശി മണിമധുര തേൻമൊഴിയാളിയൊരുങ്ങിയിരിപ്പാണോ നീ മാരനോടൊപ്പം അണിയറപ്പൂകം കരുതിയിരിപ്പാണോ മാഘചന്ദിരാ ರೂಪಾಮಣಿಯೇ ಮಾಘಚಂದಿರಾ ರೂಪಾಮಣಿಯೇ எனது மங்கை தங்கமே மரதக மனமே எனது மங்கை தங்கமே மரதக மனமே. സോളമ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് പൂർണ്ണമായ സമ്മതത്തോടും സ്വതന്ത്ര മനസ്സോടും കൂടി ശോശനയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? ശോശനെ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് പൂർണ്ണമായ സമ്മതത്തോടും സ്വതന്ത്ര മനസ്സോടും കൂടി സോളമനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഇതിന് സാക്ഷികളാണല്ലോ. അങ്ങനെ വിവാഹാഘോഷങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് സോളമനും ശോശനയും അവരുടെ മധുരമായ ജീവിത പ്രയാണം ആരംഭിക്കുകയായി. പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചില് ലഡ്ഡു പൊട്ടി, നല്ല ബോംബ് പൊട്ടണ പോലെയുള്ളില് ലഡ്ഡു പൊട്ടി. പതിവ് പോലെ എന്റെ ഹൃദയത്തിൻ താളം തെറ്റി, പിന്നെയൊന്നും നോക്കിയില്ല ഞാൻ ഇവളെ കെട്ടി. പൊട്ടി ലഡ്ഡു പൊട്ടി, പൊട്ടി ലഡ്ഡു പൊട്ടി പൊട്ടി. പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചില് ലഡ്ഡു പൊട്ടി, നല്ല ബോംബ് പൊട്ടണ പോലെയുള്ളില് ലഡ്ഡു പൊട്ടി. പതിവ് പോലെ എന്റെ ഹൃദയത്തിൻ താളം തെറ്റി, പിന്നെയൊന്നും നോക്കിയില്ല ഞാൻ ഇവളെ കെട്ടി. പൊട്ടി ലഡ്ഡു പൊട്ടി. മധുവിധുവിൻ്റെ നല്ല നാളുകൾ കടന്നുപോയി. കലഹം അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നു. കർത്തൃപാതയിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കുന്ന രണ്ടുപേരായി സോളമനും ശോശനയും. അവർ വിവാഹ ഉടമ്പടി ലംഘിച്ചു. വാളെടുത്താൽ അങ്കക്കലി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. വന്നാൽ കറുമ്പനലി, കുഴച്ചരച്ചാൽ കൊത്തമല്ലി, കുഴി കുഴിക്കാ കുളത്തിലെ നീർക്കോലി. പടയന്റെ മകളെ, ഒടിയന്റെ കരളെ, ഉടയവൻ ഇവനോടിനി കുരിയാടരുതേ. പുല്ല് തിന്നു പല്ല് പോയൊരു പുലിയാണു നീ. തിണ്ടക തിണ്ടക അങ്ങനെ അവരുടെ ജീവിതം ദൈവത്തിനും സഭയ്ക്കുമെതിരായി അവർ ജീവിച്ചു തീർത്തു. മരണം വരുമൊരു നാളോർ
ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഇനി പുതിയ തലമുറയുടെ കാലം. അവരുടെ മക്കൾ പുതിയ തലമുറയുടെ രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. ആളെ മയക്കണ കുപ്പി, അയ്യോ ആളെ കറക്കണ കുപ്പി. ആളെ മയക്കണ കുപ്പി, ആളെ കറക്കണ കുപ്പി, വെന്ത് നടന്നാലും കുപ്പി, ആ വെന്ത് നടന്നാലും കുപ്പി, ഏത് ബന്ധു കിടന്നാലും കുപ്പി. അവർ നല്ല മൂല്യങ്ങൾക്ക് അനുസൃതമായി ജീവിച്ചില്ല. ജീവിതമാകുന്ന കോപ്പയിലെ മധുരമാസ്വദിച്ച് ലൗകിക വീണകളിലെ തന്ത്രികളുടെ മണിനാദത്തിൽ മയങ്ങി മജ്ജയും മാംസവും മന്ദീഭവിച്ച് ലോകത്തിന് പിന്നാലെ പായുന്നവരായി മാറി. നീ മായല്ലേ എൻ മഴവല്ലേ, ഇത് മധുവിരുന്നാളല്ലേ, ഇനി നവയല്ലേ രതിഭാവവുമായി ഉലകം ചൊരിയുന്നു. നീ മായല്ലേ എൻ മഴവല്ലേ, ഇത് മധുവിരുന്നാളല്ലേ, ഇനി നവയല്ലേ രതിഭാവവുമായി ഉലകം ചൊരിയുന്നു. രാവുണർന്നല്ലോ എൻ മോഹമുദിച്ചല്ലോ, രാവുണർന്നല്ലോ എൻ മോഹമുദിച്ചല്ലോ. തങ്ങളുടെ മക്കളുടെ ഈ ദുരവസ്ഥ കണ്ട് സോളമനും ശോശനയും പരലോകത്തിരുന്ന് നീറി നീറി വേദനിച്ചു. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നീടണേ എൻ്റെ കരുണാമയ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നീടണേ എൻ്റെ കരുണാമയ. എന്റെ കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ മോശമായി ജീവിച്ചു തീർത്തു. ഞങ്ങളുടെ മക്കളെ നല്ലത് പറഞ്ഞുകൊടുത്ത് നല്ല പാതയിൽ വളർത്തുവാൻ സാധിച്ചില്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ അനന്തരഫലം ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ഈ ദുഃഖം ഞങ്ങളുടെ മക്കളെ അറിയിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞങ്ങളോട് കരുണ തോന്നണമേ. ദൈവമേ, ഞങ്ങളോട്
ഞങ്ങളോട് കരുണ തോന്നണമേ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ്. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരും. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ അവിടുത്തെ അനുഗ്രഹം ഉണ്ടായിരിക്കും. കരുണക്കടൽ ഇവിടെ പൂർണ്ണമാകുന്നു. രചനാ സംവിധാനം ബിനു മാനുവൽ പാല. ശബ്ദം നൽകിയവർ നെൽസൺ പീറ്റർ. പങ്കെടുത്തവരും കഥാപാത്രങ്ങളും സോളമൻ ജോസിനെയും പോൾ കൊടിയൻ, ജാസ്മിൻ സോണി, ഏഞ്ചൽ, സണ്ണി മാത്യു കപ്പിലുമാക്കൽ, കൂട്ടുകാരി മിനി മാത്യു ഫിനക്കി, നാട്ടുകാർ അബി മാർട്ടിൻ, ആശിഷ് മാർട്ടിൻ തൃപ്പൂണിത്തറ, പട്ടോളി അച്ഛൻ ജോബി പരിയാടൻ ആതിരപ്പള്ളി, കപ്പിയാർ ആദം ബിനു ആൻഡ് ജോഷുവ ജോർജ്, ഒപ്പന ജാനിസ് ജോബി, ആൻഡ്രിയ പ്രിൻസ്, ആൻമരി സാജോ, റൈച്ചൽ ബിനോയ്. മക്കൾ ജോർജ് മാർക്ക്